യാഗശാലയാകാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തോറ്റംപാട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന കൂടി കൃത്യമായി തന്നെ പൊങ്കാല അടുപ്പുകൾ സജീവമാവും. ഇപ്പോൾ നമുക്കറിയാം ഭണ്ഡാര അടുപ്പ് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അലങ്കരിച്ച പൊങ്കാലക്കലം അവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്കറിയാം ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അനന്തപുരി യാഗശാലയായി മാറാൻ. അമ്മമാർ എല്ലാവരും ആകാംക്ഷയിൽ തന്നെയാണ്. ഒരു പക്ഷേ ആ ദേവീ ദർശനത്തിനായുള്ള ക്യൂവിൻ്റെ തിരക്ക് കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നു. ഈ തിരക്ക് അല്ലെങ്കിൽ ഈ കാഴ്ചകൾ ഇതെല്ലാം ആറ്റുകാലിൽ വന്ന് തന്നെ അറിയണം അല്ലേ? അത് ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാനും കഴിയുന്നില്ല കേട്ടോ, എല്ലാ ക്യാമറയുടെ വിഷ്വൽസ് ഒന്നും. പക്ഷെ നിങ്ങൾക്ക് പ്രേക്ഷകർക്കത് അനുഭവവേദ്യമാകാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നു. കാരണം വിപുലമായി എവിടെയൊക്കെ ഈ 12 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങളുടെ ക്യാമറകൾ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എത്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഈ ചിലയിടങ്ങളിലൊക്കെ അത് സുരക്ഷ മാനിച്ചൊക്കെയാണ്, അത് പ്രത്യേകം പറയുന്നുണ്ട്. അത് ഞങ്ങളും മാനിക്കുന്നുണ്ട്. സുരക്ഷ മാനിച്ചൊക്കെ ചിലയിടങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ചെല്ലാൻ കഴിയുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊങ്കാല അടുപ്പുകൾ നിരന്നിരിക്കുന്നത് അത് ഒപ്പിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഈ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളിൽ ഞങ്ങളുമൊക്കെ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കാരണം പലർക്കും അറിയില്ല, ദൂരദേശങ്ങളിൽ നിന്ന് വന്ന് നിൽക്കുന്ന പല അമ്മമാർക്കും എങ്ങോട്ട് പോകണം, എങ്ങനെയാണ് അമ്പലത്തിൽ എങ്ങനെയാണ് എത്തേണ്ടത് എന്നൊന്നും അറിയില്ല. അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട് വഴിയാണ് ഉള്ളിലേക്ക് കടക്കേണ്ടത് എന്നൊക്കെ. എല്ലാവർക്കും ദർശന സൗകര്യം ഒരുക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10:15 ഈ അടുപ്പിൽ തീ പകരുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും ദർശന സൗകര്യം ഒരുക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുത്തിയോട്ടപ്പാലന്മാരൊക്കെ വരുന്നൊരു സമയം ഉണ്ടാകും. ആ സമയത്തൊക്കെ ഇവിടെ ദർശനത്തിന് ബ്ലോക്ക് ചെയ്യും. ഈ ഭണ്ഡാരടുപ്പിൽ തീ പകർന്നാലും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയും. പക്ഷെ ആ സമയത്ത് തിരക്ക് കുറവായിരിക്കും. കാരണം ആളുകൾ എല്ലാവരും പൊങ്കൽ മാത്രമല്ല നമുക്ക് ക്ഷേത്ര പരിസരത്തിൽ നിന്ന് ദൂരെയുള്ളവരാണ് ആദ്യ സമയങ്ങളിൽ ദേവിയെ കാണാനായി എത്തിയിരുന്നത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് കഴിഞ്ഞു. കാരണം അവരൊക്കെ അതായത് അവരുടെ പൊങ്കാല സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. നമുക്ക് കാണാം തിരക്കുണ്ടെങ്കിൽ പോലും ഇനി ഇപ്പോൾ ദേവീ ദർശനം നടത്തി കഴിഞ്ഞാൽ ഏകദേശം ഈ ക്ഷേത്ര പരിസരത്തിന് ചുറ്റുമുള്ളവർ തന്നെയായിരിക്കും കൂടുതൽ ആൾക്കാരും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. വളരെ വേഗം തന്നെ അമ്മയെ കണ്ട് വണങ്ങി അങ്ങനെ മടങ്ങുന്നുമുണ്ട്. ഒരു ഭാഗത്ത് തോറ്റംപാട്ടുകാർ പുരോഗമിക്കുന്നുണ്ട്, തോറ്റംപാട്ട് പുരോഗമിക്കുന്നു. അകത്ത് പ്രത്യേക ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അപ്പോൾ 9:45 കൂടിയാണ് ഈ അടുപ്പ് വെട്ട് ചടങ്ങിലേക്കൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രത്യേക പൂജകളാണ് 9:45 ശുദ്ധ പുണ്യാഹം നടക്കുക. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തിയാണ് ഭണ്ഡാരടുപ്പിലേക്ക് തീ പകരുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചടങ്ങുകളുമൊക്കെ അകത്ത് പുരോഗമിക്കുന്നുണ്ട്. അവിടെയും അകത്ത് ഒരു പ്രത്യേക രീതിയിൽ തന്നെ ആളുകളെ ക്യൂ ആയി കടത്തി വിട്ടുകൊണ്ട് എല്ലാവർക്കും ദർശന സൗകര്യമൊക്കെ ഒരുക്കുന്നുണ്ട്. അതവിടെ ആ ഭാഗമായി നടക്കുമ്പോൾ തന്നെ ഈ ആറ്റുകാൽ പരിസരത്തിന് ചുറ്റുമല്ലാതെ വിവിധ ഇടങ്ങളിൽ ദേവിയുടെ രൂപം വെച്ച് അതൊരു അമ്പലത്തിൻ്റെ മാതൃകയിൽ തന്നെ ഒരുക്കി വയ്ക്കാൻ, കാരണം പലർക്കും അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു അതിശയോക്തി കലർന്ന കണക്കൊന്നുമല്ല ഈ 12 കിലോമീറ്റർ ചുറ്റളവെന്ന് പറയുന്നത്. അത്രയും അധികം. നേരത്തെ പറയുമായിരുന്നു കിള്ളിയാറ്, അതായത് കരമനയാറ് കടന്ന് പൊങ്കാലയിടാൻ പാടില്ല, അത് ദേവിയുടെ സ്ഥലമല്ല എന്ന് പറയും. പക്ഷേ ദേവി ഇപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഭക്തരോട് ക്ഷമിക്കുമെന്ന് കരുതേണ്ടി വരും. കാരണം ക്ഷേത്ര പരിസരത്ത് സ്ഥലം വേണ്ടേ? അപ്പോൾ ദൂരോട്ട് ആളുകൾ അങ്ങനെ ആ കിളിയാറും കടന്ന് ഭക്തർ പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളും അതാണ്. ഇപ്പോൾ എണ്ണം എടുത്താൽ ഒരു പക്ഷേ 2009 ഗിന്നസ് റെക്കോർഡ്, പുതുക്കിയ ഗിന്നസ് റെക്കോർഡ്, അന്ന് 25 ലക്ഷം സ്ത്രീകളാണ് പൊങ്കാലയിടാൻ വന്നത്. 25 ലക്ഷം പറയുമ്പോൾ രോഹിണി അത് വെറും നമ്മൾ 25 ലക്ഷം എന്ന് പറയുന്നത്. പക്ഷെ കണക്ക് എന്ന് പറയുമ്പോൾ അതിശയിപ്പിക്കുന്ന കണക്കാണ്. തിരുവനന്തപുരത്തിന്റെ ഒരു നഗരവട്ടത്ത് 25 ലക്ഷം സ്ത്രീജനങ്ങൾ തടിച്ചുകൂടുക, പൊങ്കാല അർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത് 2009 കണക്കാണ് 25 ലക്ഷം. ഇപ്പോൾ അതിങ്ങനെ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ അത് ഇവരുടെ ഒന്നും കൂടെ പുരുഷന്മാർ വരുന്നില്ല, സ്ത്രീകൾ മാത്രമാണ് കൂട്ടമായി. നമ്മൾ ഇന്നലെയും പലരോടും സംസാരിച്ച് ഈ നമ്മൾ തത്സമയം കൊടുത്തതാണ്. 25 പേര്, 30 പേര്, 50 പേര് അടങ്ങുന്ന സംഘമൊക്കെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്ന് ഇവിടെ തമ്പടിച്ച് 3 ദിവസം മുമ്പേ വന്ന് ഈ അമ്പല പരിസരത്ത് തന്നെ അടുപ്പ് സംഘടിപ്പിച്ച് അത് വലിയ ഒരു രസകരമായ കാഴ്ചയാണ്. കാരണം മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മളോട് പങ്കുവച്ച ഒരു വീട്ടമ്മ പറഞ്ഞത് 42 പേർ അടങ്ങുന്ന സംഘമാണ്. നേരത്തെ കുറച്ചുകൂടി ചുരുങ്ങിയ സംഘമായിരുന്നു, ഇപ്പോൾ അത് 42. ഇനി അടുത്ത ഓരോ വർഷം കഴിയുന്നതും അത് കൂടി വരികയാണ്. ഇപ്പോൾ അവർ ഏകദേശം ഒരു 2 ബസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത തവണ അവർ 3 ബസ്സിലേക്ക് കടക്കും എന്നാണ് പറയുന്നത്. പൊങ്കാല ഉത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ തന്നെ പക്ഷേ ഈ കുംഭമാസം തുടങ്ങിയപ്പോൾ തന്നെ ഈ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ ബസ്സിൽ
മനസ്സിൽ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനന്ദ കിഴക്കേക്കോട്ടം നിന്ന് പങ്കുവച്ചത് നേരത്തെ പറഞ്ഞ വാക്കിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. അതായത് ജനസാഗരം, ആ സാഗരത്തിൽ നിന്ന് ഒരല്പം പോലും മാറാൻ ജനസാഗരം എന്ന് പറയാൻ പറ്റുമോ? സ്ത്രീകളുടെ സാഗരം. സ്ത്രീകൾ ദേവിക്ക് ഒരല്പം ഇഷ്ടക്കൂടുതൽ സ്ത്രീകളോട് തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. ഒരു ദിവസം ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കണം. ഇപ്പൊ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോൾ അതൊരു അക്ഷരാർത്ഥത്തിൽ, പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇവിടെ പുരുഷന്മാർ നിഷിദ്ധരൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിനായി നമുക്ക് കാണാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പുറകിൽ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ പഴുതടച്ച സുരക്ഷ ഉണ്ടാവണം. കാരണം സ്ത്രീകൾ ഭക്തിയിലെല്ലാം മറന്ന് ലയിച്ച് ദേവിയോട് മാത്രം സംവദിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ ചില അമ്മമാരോടൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവരിങ്ങനെ മന്ത്രോച്ചാരണത്തിലാണ് രാവിലെ തുടങ്ങി തന്നെ. അവർ മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ അത്ര കണ്ട് അതിൽ ഇൻവോൾവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ മോഷണം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം സുരക്ഷയുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. എപ്പോഴും സ്ത്രീകൾ ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും നമ്മൾ ഈ തിരക്കുകൾക്കിടയിൽ ഇതൊന്ന് വിട്ടുപോകാനുള്ള സാധ്യത കടന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതാണ്, മോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതിനൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നിതാന്ത ജാഗ്രത പാലിക്കുന്നു. മാത്രമല്ല കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ധരിക്കണം എന്ന കാര്യം, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് നമുക്കറിയാം കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മൾ കൂടുതലായി തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഈ ചുറ്റിലും പൊങ്കാലക്കലങ്ങൾ ഉണ്ടാകുമ്പോൾ തീ പടരുമ്പോൾ അത് അന്തരീക്ഷത്തിലും ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ നമ്മുടെ വസ്ത്രങ്ങളിലേക്ക് പകരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവരും പാലിക്കുന്നുണ്ട്. ഈ കോട്ടൺ വസ്ത്രം എന്നതിനേക്കാൾ ഉപരി നമുക്ക് കാണാം പുത്തൻ വസ്ത്രങ്ങളാണ്. എല്ലാവരും പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് പൊങ്കാലയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നത്. എന്തൊരു ഉത്സവമാണ്, എന്തൊരു കാഴ്ചയാണ്, എന്തൊരു ഭംഗിയാണ്, എന്തൊരു ആവേശമാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് ചുറ്റും നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ആഘോഷം. അത് മാത്രമല്ല വീണ, ഇപ്പോൾ നമുക്ക് ഈ ക്ഷേത്ര പരിസരത്ത് മറ്റൊരു കൗതുകകരമായ കാഴ്ച, അമ്മമാരും സഹോദരിമാരും എല്ലാവരും ദേവീ ദർശനത്തിനായി വരുന്നുണ്ട്. അവർ പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. ഈ ഇവരുടെ കൂടെ വന്ന കുടുംബനാഥന്മാരുണ്ടല്ലോ, അവർ ഇവരുടെ ബാഗുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 4 വശത്തുമായി ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. അവരങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത എന്താണ് എന്നുള്ളത് അറിയാം. കാരണം അവർക്കും അറിയാം അവരോടാണ് ദേവിക്ക് ഇഷ്ടം കൂടുതൽ. ഓക്കെ, അതേതായാലും വളരെ ഭംഗിയുള്ള കാഴ്ച. എന്ന് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സേവന സന്നദ്ധരായി സേവാഭാരതി എടുത്തു പറയണം. കാരണം ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഇത്രയും ആളുകൾ തിങ്ങിക്കൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചില അപകടങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് വെളിപ്പുറത്ത് ഈ ആംബുലൻസുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം വേണ്ട കാര്യമാണ്. മാത്രമല്ല ഇവിടെ തന്നെ മെഡിക്കൽ ക്യാമ്പുകളും എല്ലാ പ്രത്യേക വകുപ്പുകളുടെയും എല്ലാം ഉണ്ട്. പോലീസ് എയ്ഡ് പോസ്റ്റ്. അതായത് ഈ തിരക്കിൽ പരസ്പരം കാണാതായി പോകാറുണ്ട്. കുഞ്ഞുങ്ങളെ ആയാലും മുതിർന്നവരായാലും കൂട്ടം തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ അവരെയൊക്കെയും വീണ്ടും തിരിച്ച് ഈ കൂട്ടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുമൊക്കെ എല്ലാ പോയിന്റുകളിലും ഇത്തരത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റുകളും മറ്റുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സേവനം തേടണമെന്ന് നിരന്തരം ഇങ്ങനെ അവർ അനൗൺസ്. മാത്രമല്ല ആംബുലൻസ് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്ര പരിസരത്തിന് തന്നെ ഒരു പ്രത്യേക എമർജൻസി എക്സിറ്റ് കൂടി അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള അത്തരം ഒരു അപകട സാധ്യതയും ഇല്ലാത്ത വിധം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം തന്നെയാണ് വേണം.